ഹായ് കൂട്ടുകാരെ, സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാൻ കൂണിൻ്റെ ഒരു റെസിപ്പി ഇന്നലെ ഇട്ടിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ചതായിരുന്നു ഇട്ടത്. ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കൂണിൻ്റെ റെസിപ്പിയാണ്. അതിനുള്ള ഒരുക്കത്തിലാണ്. ഇഞ്ചി, വെളുത്തുള്ളി, കടുക് ഇട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി. സവാള, കരിവേപ്പില, പച്ചമുളക് ഇട്ട് ഒന്ന് നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഒരു കഷ്ണം തക്കാളിയുടെ പകുതി, ചെറിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടെ മുറിച്ച് ചേർക്കാം. തക്കാളി ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ തക്കാളിയാണ്. ഇത് കുറച്ച് കൂണേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് ചേരുവകൾ മാത്രം, ചേരുവകളുടെ അളവ് കുറഞ്ഞത്. പിന്നെ കൂണിവിടെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. കുറച്ച് തേങ്ങ, വളരെ കുറച്ച് തേങ്ങ മതി. ഈ തേങ്ങയെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതിൻ്റെ പാൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരല്പം പെരുംജീരക പൊടി ചേർക്കുന്നുണ്ട്. ഇതിനുള്ള ഒരു 1/4 ടീസ്പൂൺ കാണും. ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി പച്ചമണം മാറുന്ന വരെ വയ്ക്കാം. നമുക്ക് കൂണിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല പുരട്ടി വെച്ച കൂണ് നന്നായിട്ട് ഗ്രേവിക്കകത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് വേവട്ടെ. അടച്ച് വെച്ച് കൊടുക്കാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, തക്കാളി എല്ലാം നന്നായിട്ട് വഴന്നതായതുകൊണ്ട് അത് മേലെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അടിയിൽ കിടന്ന് ഇതിങ്ങനെ ഒന്ന് വെന്ത പുറകട്ടെ. അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കൂണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൂണും സവാളയും മസാലയും എല്ലാം കൂടി നന്നായിട്ട് വെന്ത് പെരങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. പാലിൽ കിടന്ന് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് തിളവന്നു. നമുക്ക് ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ചാറോട് കൂടിയ ഓയിസ്റ്റർ മഷ്റൂം കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. സ്റ്റീൽ പ്ലേറ്റിലോട്ടല്ല, ഡവറയ്ക്കകത്തോട്ട് മാറ്റാം. ഓക്കെ. അപ്പോൾ ഇതിനൊരല്പം ഉപ്പ് കുറവുണ്ട്. ഒരു പൊടിക്ക് ഉപ്പ് കൂടെ ചേർക്കാം. അത്രയും മതി. അപ്പോൾ തീ ഓഫ് ചെയ്തു, സ്റ്റവ് ഓഫ് ചെയ്തു. അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയായ ചപ്പാത്തിക്കും ചോറിനൊപ്പവും ദോശയ്ക്കൊപ്പവും എല്ലാത്തിനൊപ്പവും കഴിക്കാവുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. അപ്പം എന്നെ കൂടെ നിങ്ങളോടൊപ്പം കൂട്ടണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.